കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പി എച്ച് സ്കെയിലിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്നിനി നമ്മൾ നോക്കുന്ന ഇമ്പോർട്ടൻസ് ഓഫ് പി എച്ച് ഇൻ എവറിഡേ ലൈഫാണ്. അതിൽ ഫസ്റ്റ് വൺ, ആർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് പി എച്ച് സെൻസിറ്റീവ്? Our body works within pH range of 7 to 7.8. Living organism can survive only in a narrow range of pH stage. When pH of rainwater is less than 5.6, it is called acid rain. When acid rain flows into river, it lowers the pH of the river water. The survival of aquatic life in such rivers become difficult. നമ്മുടെ ഹ്യൂമൻ ബോഡി എടുത്താൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ബ്ലഡിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 7.4 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 7 to 7.8 ആണ് അതിൻ്റെ പി എച്ച് റേറ്റ് എന്ന് പറയുന്നത്. അതിലൊരു നാരോ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊരു എക്സാമ്പിൾ, നിങ്ങൾ ആസിഡ് റെയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ആസിഡ് റെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി നമ്മുടെ പെയ്യുന്ന മഴയിൽ പി എച്ച് ഉണ്ട്. ആ പി എച്ച് 5.6 കുറവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പി എച്ച് സ്കെയിൽ 7 ലെസ്സാണ് റീഡിംഗ് എങ്കിൽ ആസിഡാണ് നമുക്കറിയാം, ആസിഡിക് ക്യാരക്ടർ ആണെന്ന് അറിയാം. അപ്പോൾ ഈ റെയിൻ വാട്ടറിൻ്റെ പി എച്ച് 5.6 ലെസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആസിഡ് റെയിൻ എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് ആസിഡ് റെയിൻ റിവറിലോട്ടൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ റിവറിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് റിവർ വാട്ടറിന് ഒരു പി എച്ച് ഉണ്ടല്ലോ, ആ പി എച്ച് ലെവൽ കുറയുന്ന സമയത്ത് ഈ അക്വാട്ടിക് ആയിട്ടുള്ള ലൈഫ് ഉണ്ടല്ലോ, അതായത് ഫിഷ് പോലുള്ള സാധനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ആസിഡ്സ് ഇൻ അതർ പ്ലാനറ്റ്സ്. ഇനി നമ്മുടെ എർത്തിൽ മാത്രമല്ല മറ്റ് പ്ലാനറ്റ്സിലെ ആസിഡ്സിനെ കുറിച്ച് ഒരു ചെറിയൊരു കാര്യം നമുക്ക് നോക്കാം. അറ്റ്മോസ്ഫിയർ ഓഫ് വീനസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിക് വൈറ്റ് ആൻഡ് യെലോയിഷ് ക്ലൗഡ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. നമ്മുടെ വീനസിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് യെല്ലോയിഷ് കളറിലാണ് ഇരിക്കുന്നത്. ഒരു തിക്കായിട്ടുള്ള വൈറ്റ് ആൻഡ് യെല്ലോയിഷ് ക്ലൗഡ്സ് ആയിട്ടാണ്, മേഘങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസ് അതിൻ്റെ വീനസിൻ്റെ അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ്, കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ അസിഡിക് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്കവിടെ നമ്മുടെ ഹ്യൂമൻസിനെ പോലുള്ള ആൾക്കാരൊന്നും അല്ലെങ്കിൽ ലൈഫ് നമുക്കവിടെ കാണാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പി എച്ച് ഓഫ് ദ സോയിൽ ഇൻ യുവർ ബാക്ക് യാർഡ്? ഇനി നമ്മുടെ സോയിലിൻ്റെ പി എച്ച് ഉണ്ട്. സോയിലിൻ്റെ പി എച്ച് നമ്മുടെ ചെടിയുടെ ഗ്രോത്തുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. പ്ലാന്റ്സ് റിക്വയർ എ സ്പെസിഫിക് പി എച്ച് റേഞ്ച് ഫോർ ദെയർ ഹെൽത്തി ഗ്രോത്ത്. അപ്പോൾ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ സ്പെസിഫിക് ആയിട്ടൊരു പി എച്ച് വേണം മണ്ണിന്. To find out the pH required for healthy growth of a plant, you can collect the soil from various places and check pH in the manner described below in activity 2.12. അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി നമ്മൾ നോക്കാൻ പോവാണ്. നമ്മുടെ ലൊക്കാലിറ്റി തന്നെ പല സ്ഥലത്തായിട്ടുള്ള മണ്ണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പി എച്ച് വാല്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓൾസോ യു ക്യാൻ നോട്ട് ഡൗൺ വിച്ച് പ്ലാന്റ്സ് ആർ ഗ്രോയിങ് ഇൻ ദ റീജിയൻ ഫ്രം വിച്ച് യു ഹാവ് കളക്റ്റഡ് ദ സോയിൽ. സോ നമുക്ക് അങ്ങനെയാണ് ഏത് മണ്ണിന് ഏത് ക്രോപ്പാണ് ഉത്തമമായിട്ടുള്ളത്, അതായത് നമുക്ക് കൃഷി ചെയ്യാൻ ഇപ്പം അഗ്രികൾച്ചറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം വളമിടണം, അല്ലെങ്കിൽ ഏത് ചെടിയാണ് ആപ്റ്റായിട്ട് ഇവിടെ വളരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് ഈ പി എച്ച് സോയിലിൻ്റെ പി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. Put about 2 grams soil in a test tube and 5 ml water to it. Shake the content of test tube. Filter the content and collect the filtrate in a test tube. Check the pH of the filtrate with the help of universal indicator paper. What can you conclude about ideal soil pH for the growth of plants in your region? So ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പി എച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സോയിൽ എടുക്കേണ്ട ഏതിൻ്റെ പി എച്ച് ആണോ കാണേണ്ടത് ആ സോയിൽ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് ആ ഫിൽട്രേറ്റ് എടുക്കുന്നുണ്ട്. ദെൻ അത് നമ്മൾ പി എച്ച് പേപ്പറിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഓഫ് കോഴ്സ് ഓവറായിട്ട് ആസിഡിക്കോ ഓവറായിട്ട് ആൽക്കലൈനോ ആയിട്ടുള്ള ഒരു സോയിൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെടികൾ വളരത്തില്ല. സോ വളരും, അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാനുവർ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നതായിരിക്കും. ഇനി നമ്മുടെ ബോഡിയിൽ പി എച്ച് ഉണ്ട്. നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് ഫുഡിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ കാര്യം സംസാരിച്ചായിരുന്നു. അത് 1.2 സംതിങ് എന്തോ ആണ് അതിൻ്റെ ഒരു പി എച്ച് ലെവൽ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഒരു പി എച്ച് പ്രോപ്പർ ഒരു പി എച്ച് വേണം, എങ്കിൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. It is very interesting to note that our stomach produce hydrochloric acid. നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്.
It helps in digestion of food without harming the stomach. ഈവൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു പി എച്ച് കൂടിയ അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അത് നമ്മുടെ സ്റ്റൊമക്കിനെ ഹാം ചെയ്യാണ്ടാണ് ഡൈജഷൻ നടത്തുന്നത്. അതിൻ്റെ മെക്കാനിസം ഒക്കെ നമ്മൾ ബയോളജിയിലാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഡ്യൂറിങ് ഇൻഡൈജഷൻ ദ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ടു മച്ച് ആസിഡ് ആൻഡ് ദിസ് കോസ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ. സോ നമ്മൾ ചില സമയങ്ങളിൽ ചില ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇൻഡൈജഷൻ, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ദഹിക്കാത്ത വരുന്ന സമയം, ആ പ്രോപ്പറായിട്ട് ദഹനം നടക്കാത്ത സമയത്ത് നമുക്ക് വയറുവേദന, ഗ്യാസ് ട്രബിൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഓവർ പ്രൊഡക്ഷൻ ആയിരിക്കും. ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് പെയിൻ പീപ്പിൾ യൂസ് ബേസസ് കോൾഡ് ആൻറ്റാസിഡ്സ്. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മെഡിസിനോ സിറപ്പോ ഒക്കെ കുടിക്കാറുണ്ട്. ഇതിനെ നമ്മൾ ആൻറ്റാസിഡ്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ആസിഡ്സിനെതിരെ റിയാക്ട് ചെയ്ത് അതിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന ആളാണ്. One such remedy must have been suggested by you at the beginning of chapter. These antacids neutralize excessive acid. Magnesium hydroxide, milk of magnesia, a mild base is often used for this purpose. അപ്പോൾ ഇതിൻ്റെ ആൻറ്റാസിഡ്സിൻ്റെ മെയിൻ കാര്യം തന്നെ നമുക്കറിയാം, അകത്ത് ആസിഡ് ആണല്ലോ. അപ്പോൾ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാണ്. ആൻറ്റാസിഡ് എന്ന് പറഞ്ഞത് ബേസ് ആണ്. ഈ ആസിഡും ബേസും കൂടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടത്തി അത് ന്യൂട്രലൈസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ നമുക്കറിയാം മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയുന്ന ഒരു മൈൽഡ് ബേസ് ആണ് ഇപ്പോൾ കൂടുതലും നമ്മൾ ഈ ആസിഡിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ടൂത്ത് ഡീകേ കോസ് ചെയ്യും. പി എച്ച് എന്ന് പറയുന്നത് നമ്മുടെ പല്ലിന് കേടുണ്ടാകുന്നത് ഈ പി എച്ച് ഡിഫറൻസ് കാരണം പല്ല് കേട് വരാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ടൂത്ത് ഡീകേ സ്റ്റാർട്ട്സ് വെൻ പി എച്ച് ഓഫ് ദ മൗത്ത് ഈസ് ലോവർ ദാൻ 5.5. നമ്മുടെ മൗത്തിലുള്ള പി എച്ച് 5.5 ലോവർ ആണെന്നുണ്ടെങ്കിൽ അത് പല്ലിനെ ബാധിക്കും. ടൂത്ത് ഇനാമൽ മെയ്ഡപ്പ് ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ്. സോ ദ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ഇതാണ് നമ്മുടെ ഇനാമലിലെ കെമിക്കൽ, അല്ലെങ്കിൽ ഇനാമൽ ഫോം ചെയ്തിട്ടുള്ള കെമിക്കൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽഷ്യം ഫോസ്ഫേറ്റ്, ഒരു ക്രിസ്റ്റലൈൻ ഫോം ഓഫ് കാൽഷ്യം ഫോസ്ഫേറ്റിനെയാണ് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈസ് എ ഹാർഡ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഇനാമൽ. ഇറ്റ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ ബട്ട് ഇറ്റ്സ് കൊറോഡ്സ് വെൻ പി എച്ച് ഇൻ ദ മൗത്ത് ഇസ് ലോവർ ദാൻ 5.5. ഇനാമൽ പെർട്ടിക്കുലർലി നമ്മുടെ വാട്ടറിൽ സൊല്യൂബിൾ അല്ല, പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള പി എച്ച് 5.5 കുറവാണെന്നുണ്ടെങ്കിൽ അതിന് കൊറോഷൻ സംഭവിക്കാം. Bacteria present in mouth produce acids by degradation of sugar and food particle remaining in mouth after eating. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കും, നമ്മൾ പലതരം ഫുഡ് കഴിക്കുന്നുണ്ട്. ഷുഗറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, അസിഡിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡൊക്കെ നമ്മുടെ വായിൽ അതിൻ്റെ ബാലൻസ് ഇരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് സമയം കഴിയുമ്പോൾ ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല, ബ്രഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ബാക്ടീരിയൽ ആക്ഷൻ കാരണം അവിടെ അസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 5.5 താഴെയുള്ള ആസിഡ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഇനാമൽ ഡീകേ ആവാൻ തുടങ്ങും. ദ ബെസ്റ്റ് വേ ടു പ്രിവെൻറ്റ് ദിസ് ഇസ് ടു ക്ലീൻ മൗത്ത് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് വായ ക്ലീൻ ചെയ്യുക. Using toothpaste which are generally basic for cleaning teeth can neutralize excess acid and prevent tooth decay. നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ബേസിക് ആണ്. സോ നമ്മൾ എന്തുകൊണ്ട് അത് ബേസിക് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വായിനുള്ളിൽ ആസിഡിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോസ്റ്റ്ലി ടു പ്രൊട്ടക്റ്റ് അവർ ടൂത്ത്. ഇനി നെക്സ്റ്റ് സെൽഫ് ഡിഫെൻസ് ബൈ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ത്രൂ കെമിക്കൽ വാർഫെയർ. ഇനി നമ്മുടെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹാവ് യു എവർ ബീൻ സ്റ്റങ് ബൈ എസ് ഹണി ബി? നിങ്ങളെ ഹണി ബി കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തരിപ്പ് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോന്നിനും ഓരോ ആസിഡ്സ് ഉണ്ട്. പാൻറ്റിനൊക്കെ ഒരു ആസിഡ്സ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വേദന ഫീൽ ചെയ്യുന്നത്. ബി സ്റ്റിങ് ലീവ്സ് ആൻ ആസിഡ് വിച്ച് കോസസ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ. അപ്പോൾ അതായത് ഈ പ്രാണി അല്ലെങ്കിൽ ബി നമ്മളെ കടിക്കുന്ന സമയത്ത് അവർ ഒരു ആസിഡാണ് ശരിക്കും നമ്മുടെ സ്കിന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് നമുക്ക് വേദനയും ഇറിറ്റേഷനും ഉണ്ടാക്കുന്നത്. യൂസ് ഓഫ് എ മൈൽഡ് ബേസ് ലൈക്ക് ബേക്കിംഗ് സോഡ ഓൺ ദ സ്റ്റങ് ഏരിയ ഗീവ് റിലീഫ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞിട്ടുള്ള ബീസിൻ്റെ അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നമുക്ക് ബേക്കിംഗ് സോഡ പോലുള്ള ബേസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരാശ്വാസം കിട്ടും. സ്റ്റിങ്ങിങ് ഹെയർ ഓഫ് നെറ്റിൽ ലീവ്സ് ഇഞ്ചെക്ട് മെത്തനോയിക് ആസിഡ് കോസിങ് ബേണിംഗ് പെയിൻ. അതുപോലെ തന്നെ നെറ്റിൽ ലീവ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആസിഡാണ് മെത്തനോയിക് ആസിഡ്.
അതിൽ നിന്ന് ആ ഒരു ലീവ്സിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദേഹത്തെങ്ങാനും നമുക്കത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുപോലെ ബേണിംഗ് ആയിട്ടുള്ളൊരു പെയിൻ ഉണ്ടാകും. ഈ ബോക്സ് നോക്കിയേ. നെറ്റിൽ ഈസ് എ ഹെർബേഷ്യസ് പ്ലാന്റ് വിച്ച് ഗ്രോസ് ഇൻ വൈൽഡ്. അപ്പോൾ വൈൽഡായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. അത് ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നെറ്റിൽ ലീവ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലീവ്സ് ഹാവ് സ്റ്റിങ്ങിങ് ഹെയർ വിച്ച് കോസസ് പെയിൻഫുൾ സ്റ്റിങ് വെൻ ടച്ച്ഡ് ആക്സിഡൻ്റലി. ഇവർക്ക് ചെറിയ ചെറിയ ഹെയർ ലൈക്ക് ഗ്രോത്ത് ഉണ്ട്. അത് നമ്മൾ ആക്സിഡൻ്റലി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സെൻസേഷൻ ഉണ്ടാകും. ദിസ് ഇസ് ഡ്യൂ ടു മെഥനോയിക് ആസിഡ് സെക്രീറ്റഡ് ബൈ ദം. ഇതിന് കാരണം ഇതിനുള്ളിൽ ഒരു ആസിഡ് ഉണ്ട്, മെഥനോയിക് ആസിഡ്. A traditional remedy is rubbing the area with leaf of dog plant which often grows besides a nettle in the wild. ഈ നെറ്റിൽ ലീവ്സിൻ്റെ അടുത്തായിട്ട് തന്നെ ഏകദേശം ഏരിയയിൽ തന്നെ ഡോഗ് പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അത് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെഥനോയിക് ആസിഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ, അതായത് ബേസിക് റിയാക്ഷൻ കൊടുത്ത് നമുക്കതൊരു കുറച്ച് ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അതാണ് നെറ്റിൽ ലീവ്സിൻ്റെ കാര്യം പറയുന്നത്. ഇനി നമുക്കിതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണിത്. ഫസ്റ്റ് വൺ ഇസ് വിനീഗർ. വിനീഗറിലുള്ളത് അസറ്റിക് ആസിഡാണ്. ദെൻ ഓറഞ്ച് സിട്രിക് ആസിഡ്, ടാമറിൻ ടാർട്ടാറിക് ആസിഡ്, ടൊമാറ്റോ ഓക്സാലിക് ആസിഡ്. ദെൻ സോർ മിൽക്ക് അല്ലെങ്കിൽ കേർഡിലുള്ളത് ലാക്റ്റിക് ആസിഡാണ്. ലെമണിൽ അടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡാണ്. ആൻഡ് നെറ്റിൽ സ്റ്റിങ്, ഇതിൽ രണ്ടിലും മെഥനോയിക് ആസിഡാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ PH ഇൻ എവറിഡേ ലൈഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്നത്.